ഹേ മലയാളീസ്, അപ്പോൾ എല്ലാവർക്കും വളരെയധികം സ്വാഗതം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് പഞ്ചവട്ടി എന്നൊരു സ്ഥലത്താണ്, തൃശ്ശൂരില്. അപ്പൊ ഇവിടെ ഒരു അക്വേറിയം ഫിഷ് ഉണ്ട്, അതായത് ഇന്ത്യസ് ലാർജസ്റ്റ് അക്വേറിയം ഫിഷ് വേൾഡ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പൊ നമുക്ക് പോയിട്ട് കണ്ടു കളയാം എന്താണ് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് ഓരോ ടൈപ്പ് വെറൈറ്റി ഫിഷിനും എല്ലാം കണ്ട് നമുക്ക് ഒരു വണ്ടർ അടിക്കാം. അപ്പൊ നമുക്ക് പോയി കണ്ടാലോ. അപ്പൊ എന്റെ ഫാമിലി ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ കറക്റ്റ് സ്ഥലം പറഞ്ഞുതരാം. പഞ്ചവട്ടി, തൃശ്ശൂർ, പഞ്ചവട്ടി ബീച്ചിന്റെ അടുത്ത് മറൈൻ അക്വേറിയം വേൾഡ്. നമുക്ക് പോയാലോ. നല്ലൊരു ആംബിയൻസ് ഉണ്ടല്ലോ ഇവിടെ. നോക്കി, ഇത് ബീച്ചിലേക്കുള്ള വഴിയാണ്. മറൈൻ വേൾഡ്, ഇന്ത്യസ് ലാർജസ്റ്റ് അക്വേറിയം. അപ്പോൾ ഇത് നമുക്ക് എൻട്രി ചെയ്യാലോ. വാ. അപ്പോൾ ഇതാണ് എൻട്രൻസ്. കുട്ടികൾക്ക് കളിക്കാനുള്ള അത്യാവശ്യം സ്ഥലം, ആവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് സ്റ്റാർട്ടിൽ എൻട്രൻസിൽ തന്നെ വലിയൊരു ടോർട്ടോയ്സ് ഉണ്ട് ഫ്രണ്ടിൽ. ടോർട്ടോയ്സ് അല്ല, ടർട്ടൽ ആട്ടോ. അത് സീ ടർട്ടലാണ്. ഓ, അടിപൊളിയുണ്ട് അല്ലേ. എല്ലാ ഒരു വാളിലെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ടുണ്ട്. ഇത് ശരിക്കുള്ള കുതിരയാണല്ലേ. ഞാൻ വെച്ച് ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. അത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി കുറേ ഡാഷിങ് കാറും മറ്റു ഇതൊക്കെ ഉണ്ട് കേട്ടോ. ടോയ് ട്രെയിൻസും. ഈ അക്വേറിയം ടിക്കറ്റ് ഫ്രണ്ടിൽ പോയി എടുക്കാം നമുക്ക്. സംഭവം ഒരു ലുക്ക് ഉണ്ട് കാണാൻ എന്തായാലും. അപ്പോൾ ഇത് ഡാഷിങ് കാറാണ് കണ്ട് തോന്നുന്നുട്ടോ. ഫിഷസ് ഇതൊക്കെ കൊള്ളാലോ. ഇവിടെ അരാപ്പായ്മ ഫീഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ. അരാപ്പായ്മ ഫിഷിന് ഫീഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണിത്. ഇതിൽ കുറേ ഫിഷസ് നമുക്ക് ഫീഡ് ചെയ്യാൻ വേണമെങ്കിൽ. അത് കിടന്നു. അപ്പോൾ നമ്മൾ എൻ്റർ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഫ്രീ ആയിട്ട് ആർക്കും ഫിഷ് പിടിക്കുക ചെയ്യാൻ പറ്റും. ഇഷ്ടം പോലെ ഫിഷസ് ഉണ്ട്. ഇതിൻ്റെ കൊത്തൊന്നുമില്ല, റൈഡ് കയറിക്കോ. ചെറിയ ചെറിയ ഫിഷ് ടാങ്ക് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ആ ഹാടി കൊടുക്കും. എങ്ങോട്ട് രണ്ടുപേരും ഭയങ്കര ചാന അടാറ് ചെറി. ഇതൊക്കെ നമ്മള് ഫ്രഷ് വാട്ടർ അക്വേറിയം ഫിഷ് അല്ല. അതൊക്കെ ഇത് കണ്ടോ. ഇത് നിറച്ച് ചെറിയ ചെറിയ ഫിഷുകളാട്ടോ. കണ്ടോ, ചെറിയ സഹിക്കാൻ വയ്യ. ഇതൊക്കെ നമ്മളുടെ ഗ്ലാസ് ഫിഷസ് എന്ന് അറിയില്ല, ചെറിയ ചെറിയത്. ഇത് ഉള്ളിൽ കയറാൻ പറ്റും കേട്ടോ. ഇതേ പുതിയ മത്സ്യകന്യകി. നമ്മുടെ ഒക്കെ ചെറിയ നിയോൺ ടെട്രാസ് പോലത്തുള്ള ഫിഷുകളൊക്കെ ഡിഫറെന്റ് കളറിൽ ബ്ലൂ ഉണ്ട്, യെല്ലോ ഉണ്ട്. ഒരു മത്സ്യകന്യക ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിറച്ച് ഇത് സാധാ നമ്മുടെ ഗോൾഡ് ഫിഷ് കേട്ടോ. ആണ്, രസമുണ്ട് എന്തായാലും. ഏഞ്ചൽ ഫിഷസ്. ഇത് ഈ വരമ്പിൻ്റെ അപ്പുറത്ത് നമുക്ക് പോകാൻ പാടില്ല, അതാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. വീട്ടിൽ കുറേ ആയിട്ട് വെക്കണം വിചാരിക്കുന്ന പാരറ്റ് ഫിഷസ് ആണിത്. അപ്പോൾ ഇവർ നല്ല മഞ്ഞ, ഓറഞ്ച്, റെഡ് കളർ, ഡിഫറെൻറ്റ് കളേഴ്സ് കാണാൻ പറ്റും. നമുക്കിത് പച്ച കളറിലുണ്ടാവും. പക്ഷെ ഇതിൽ വെറൈറ്റി ഉണ്ട്. ഒരു സ്പോട്ടഡ് ഇതുണ്ടാവും കളേഴ്സ് ഉള്ളത്. അവിടെ കോമൺ ടാങ്ക്സ് ഉണ്ടാവുന്ന ഷാർക്ക് ഫിഷ്, വൈറ്റ് ഷാർക്കും ഗ്രേ ഷാർക്കും. നല്ല രസമുണ്ട്, നല്ല രീതിയിൽ ഉണ്ടാക്കി ക്ലീനായി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചീസ് വെച്ചാൽ നല്ല ക്ലീൻ ആയിട്ട് എല്ലാം കാണാൻ വേണ്ടിയിട്ട്. ലായാക്കി വരും. നോക്കി നന്നായില്ലേ.
കാണാൻ നല്ല രസമുണ്ട്. ലൈവ് വെക്കുന്നതിൻ്റെ ഒരു പണ്ടിൻ്റെ വീക്ക്നെസ് ആട്ടോ, നമ്മളൊരു മെയിൻറ്റെയിൻ ചെയ്തില്ല, അതാണ് രസം കാണാൻ. കറക്റ്റ് അക്വേറിയത്തിന്റെ സ്മെല്ല് വരുന്നുണ്ട് അല്ലേ? ഇതൊക്കെ നമ്മുടെ ഗോൾഡ് ഫിഷാ, കോഴി ഫിഷ് അല്ലാതെ. പക്ഷെ ഇതൊക്കെ മെറൻ ഫിഷ് ആട്ടോ, അടിപൊളി. എന്ത് ഭംഗി കാണാനല്ലേ. സാധാരണ വീട്ടിൽ കാണുന്ന സ്ലൈഡ് ടർട്ടിൽ ആമ, ഇതിൻ്റെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ ആദ്യം, ഇപ്പോഴും ഉണ്ട്. ഒരു ഫ്രണ്ട് കൊടുത്തേക്ക. ഇത് ടുവാർഡ്സ് റെയിൻ ഫോറസ്റ്റിലാണോ ഈ ഡൈനോസറൊക്കെ? പാവപ്പെട്ട ഒരു ഷാർക്ക് പെട്ടുപോയി അതിൻ്റെ ഉള്ളിൽ, എടുക്കാൻ വല്ല മാർഗമുണ്ടോ? അപ്പോൾ ഗൈസ് ഞാൻ അറിഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഇറങ്ങി വന്നത് ഒരു ഷാർക്കിൻ്റെ വയറ്റിനുള്ളിൽ നിന്നായിരുന്നു. നോക്കി, ഞങ്ങളേതോ വനത്തേക്ക് എത്തിയിട്ടുണ്ട്. നല്ല മഴ ആയിരിക്കും തോന്നുന്നു. റെയിൻ ഫോറസ്റ്റ് എന്നൊക്കെ പേര്. ഓക്കെ, ഇവിടെ എന്താ നോക്കിയേക്കാലോ. അവിടെ ഇവിടെ കുറച്ച് റെയിൻ ഫോറസ്റ്റിൻ്റെ ലുക്കൊക്കെ ഉണ്ട് എന്തായാലും. അപ്പോൾ കുറച്ച് ഒരു മാനുണ്ട്, ബാക്കിൽ ഒരു ടൈഗർ ഉണ്ട്. ആ ടൈഗർ ഇങ്ങനെ മാനിനെ നോക്കിയിരിക്കുക, അതിനെ നോക്കിയിരിക്കുന്ന ഒരു പിടുത്തം കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നത് ആ ജയൻറ്റ് ഫിഷിൽ അരാപ്പായ്മ എന്നുണ്ടത്, നല്ല ജയൻ്റ് ആയിട്ടുള്ള ഫിഷിലുണ്ടാണ്. ഒന്ന് അവിടെ ഉണ്ട്, ഒന്ന് ഇപ്പുറത്തും ഉണ്ട്. കാണാൻ ഇഷ്ടംപോലെ ഉണ്ട്, പക്ഷേ നമ്മുടെ മൊബൈലിൽ ക്ലിയർ ആയിട്ടൊന്നും കിട്ടുന്നില്ല. ആ ഒരു വ്യത്യാസമുണ്ട്. ജയൻ്റ് ആയിട്ടുള്ള ഒരു അരാപ്പായ്മയായിട്ട് നോക്കി, നല്ല സൈസ് ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള അരാപ്പായ്മ. അത് അരെ ഇതിലൊരു ഗുംറാൻ നമ്മളെ വട്ടം കറപ്പിക്ക. സ്റ്റാർ ഫിഷ് മൂവി ഉണ്ടല്ലേ, ഒറിജിനലാണല്ലേ? ആ അതെ, ചെറുതായിട്ട് മൂവി, ചെറിയ മൂവ്മെന്റ്. ചാകര, ഇത് പല ടൈപ്പ് സ്റ്റാർ ഫിഷ് ഉള്ളിൽ. അടുത്ത അവിടെ വാൻഡുള്ളിക്ക് പോകുന്നത് നമ്മള്. അയ്യോ, ഇത് കുറെ ഉണ്ട് കാണാൻ, ഇഷ്ടം പോലെ ഉണ്ട്. എന്താ അതിന്റെ താഴത്തെ വ്യൂ അല്ലേ ഇത്? ബ്യൂട്ടി. എന്തായാലും വന്ന് കാര്യവാ. അടുത്താൾ വരുന്നത് ഒരു ആന തന്നെ കൊണ്ട് നോക്കി. അടിപൊളി, രണ്ടുപേരുണ്ട്. ഷാർക്കിന്റെ വേസ്റ്റ് കഴിക്കാൻ വേണ്ടി താഴെ സക്കർ ഫിഷിനെ അതിന്റെ ഒട്ടി പോകുന്നുണ്ട് കറക്റ്റായിട്ട്. ഇവരെന്താ ചെയ്യണേ? അയ്യേ, അബ 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 അബ. ലക്ഷം വരെ മുട്ടയിടുന്ന ജീവി അലിഗേറ്റർ, സമ്മതിക്കണം. അയ്യന്റെ തലയ്ക്കുമ്പോഴും മീൻ. ഇത് പുതിയ തരം മീനാ ഇറങ്ങിട്ടോ, ലേറ്റസ്റ്റ്. ഇത് പുതിയ തന്നെ അമ്മ, 2 ദിവസം മുന്നേ ഇറങ്ങിയിട്ടുള്ളൂ. നോക്കി വലിയ മീൻ നോക്കി, വലിയ മീൻ ഇവിടെ നോക്കിടി, വലിയ മീൻ നോക്കി. മൈൻഡില്ല ഇനിയുണ്ടല്ലോ. അയ്യോ, ഇത് തീരണില്ലല്ലോ അതോ. അമ്മ 400 എടുത്താലേ സംഭവം മുതലാട്ടാ. കണ്ട് മടുക്കാം നമ്മള്, പക്ഷെ തീരില്ല.
അപ്പോൾ നമ്മളവിടെ അക്വേറിയത്തിൻ്റെ ഫിഷ് അവസാനിച്ചിരിക്കുന്നു ഇവിടെ. 400 രൂപയ്ക്ക് നമുക്ക് കാണാൻ ഇഷ്ടം പോലെ ഉണ്ടെന്നാലും ഇവിടെ ഞങ്ങൾ കണ്ട് കാണിച്ചു തുടങ്ങി. ശരിക്കും അടുത്ത് കണ്ട് ആ മാതിരിയായിരുന്നു. സോറി 350 രൂപ, 400 അല്ല 350 രൂപ. പക്ഷെ കാണാൻ ഇഷ്ടമുണ്ട്, അതിന് മാത്രം ഉണ്ട് കാണാൻ. ഇതേ വീണ്ടും ഇവിടെ അലങ്കാര ഫിഷുകൾ. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിക്കണോ. അയ്യോ, അപ്പോൾ ഉണ്ട് എന്തായാലും 300-350 രൂപയ്ക്കുള്ള സാധനം ഉണ്ട് ഉള്ളിൽ എന്തായാലും. താഴത്ത് വെച്ചോക്കടേ, താഴത്ത് വെച്ചെടുക്ക്, നല്ല ആളെ വെച്ചോക്ക്. ബോയ്സ് നമ്മളിതാ എല്ലാം കണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. കാണാൻ മാത്രം ഇഷ്ടം പോലെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കാണാൻ. അടിപൊളിയുണ്ട്, കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും ഉള്ളിലുള്ള മീനും കളക്ഷൻസ് എല്ലാതും. ആക്ടിവിറ്റി ഏരിയാസാണ്, ഫിഷിനെ പിടിക്കാനുള്ള ആക്ടിവിറ്റീസ് ഏരിയാസ്. അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ തൊട്ടടുത്താണ് ബീച്ചുള്ളത്. അപ്പോൾ ബീച്ച് സൈഡിലേക്ക് പോകണം കേട്ടോ. എന്താ സ്ഥലത്തിൻ്റെ ബീച്ചിൻ്റെ പേര് ഉണ്ണി? സ്ഥലത്തിൻ്റെ പേര് പഞ്ചവട്ടി ബീച്ചാണത് കണ്ടി കാണുന്നത്. നല്ല സൺസെറ്റ് സമയം കേട്ടോ. നോക്കി ബാക്കിൽ ക്ലൗഡ്സിൻ്റെ ബാക്കിൽ സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുക. ചൂട് കപ്പലണ്ടി. നമുക്ക് പഞ്ചവടി വന്നിട്ട് നമുക്ക് നേരെ അവിടെ വന്ന് എല്ലാ ഹോട്ടലിലോ ഒക്കെ ചായ കുടിച്ച് കടയിൽ നല്ല ഭംഗി ആസ്വദിച്ച് സുഖമായിട്ട് ഇവിടെ ഇരിക്കാം. കുറച്ച് നേരം നേരെ വീട്ടിൽ പോകും. നല്ല രസമാണ് കേട്ടോ, ഓപ്പൺ റെസ്റ്റോറൻ്റ് ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഗൈസ് ഞങ്ങളിത് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി എല്ലാവരും ബീച്ചിൽ നിൽക്കുക. ഞാൻ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ സ്ഥലം ഈ അക്വേറിയം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ എന്തായാലും സ്ഥലം ഓർമ്മയുണ്ടല്ലോ, മറക്കണ്ട. പഞ്ചവട്ടിയിൽ ഇന്ത്യസ് ലാർജസ്റ്റ് ഫിഷ് അക്വേറിയമാണ്. അപ്പോൾ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യണം വന്നിട്ട്. നല്ല ഒരു ആംബിയൻസ് ആണ്. പിന്നെ ബീച്ച് റിസോർട്ട്സ് ഉണ്ട്. ബീച്ചിൻ്റെ പുറത്ത് ഭക്ഷണം കഴിക്കാൻ ഫുഡ് കഴിക്കാൻ നല്ലൊരു ആംബിയൻസ് ആണ്. അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. സോ സൈനിങ് ഓഫ്, സി ശിവദാസൻ. Thank you for watching.